പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനോജ് പുതിയൊരു വിവാഹാലോചന കൊണ്ടുവന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ കൺമണി പുതിയ വിവാഹ ജീവിതത്തെ പറ്റി ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ചിലവ് ഉണ്ടാകുമെന്നും അതെല്ലാം താനും ഭർത്താവും വഹിക്കണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ധനലക്ഷ്മി എങ്ങനെയാണ് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയുടെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും മനസ്സിലാക്കുന്ന ധനലക്ഷ്മി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ അവസരം വരിക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ മനോജേട്ടൻ തിരികെ വന്ന സ്ഥിതിക്ക് താൻ ചെയ്ത ക്രൂരതകൾ പുറത്തു വരരുത് എന്നും അതിനുള്ള തന്ത്രമാണ് ആദ്യം നടത്തേണ്ടത് എന്നും ഉറപ്പിക്കുകയാണ് ധനലക്ഷ്മി. ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന മനോജ് താൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൺമണിക്കും അച്ഛനും കൊടുക്കുകയായി. ഇതോടെ ഉടൻ തന്നെ വിവാഹത്തിന്റെ കാര്യവും നടക്കും എന്ന് അയാൾ ഉറപ്പ് നൽകിയത് തിരിച്ചടിയായിരിക്കുകയാണ് ധനലക്ഷ്മിക്ക്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് കൺമണിയുടെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത്. വീണ്ടും കൺമണിയുടെ അച്ഛനായ ശ്രീനിവാസന്റെ ആരോഗ്യം മോശമായിരിക്കുകയാണ്. ഇതോടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് മനോജ് പറയുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി അത് തടയുന്നതിനായി ശ്രമിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്നും എന്തെങ്കിലും ചെറിയ അസുഖം ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും മനോജ് കൺമണിയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കൺമണിയോട്. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ കൺമണി പകച്ചു പോകുന്നു. കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മനോജ് എന്ത് ഓപ്പറേഷന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതോടെ അച്ഛനെ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൺമണിക്ക് പറയേണ്ടതായി വന്നിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഈ വിവരം തന്നെ അറിയിക്കാത്തത് എന്ന് കൺമണിയോട് മനോജ് ചോദിക്കുന്നു. തൻ്റെയും അച്ഛനാണ് ഇത്, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയുന്നതിനുള്ള അവകാശം തനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം തന്നെ അറിയിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് എന്ന് കൺമണിയോട് ചോദിക്കുകയും ധനലക്ഷ്മി എതിര് നിന്നു എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ധനലക്ഷ്മി ഞെട്ടിപ്പോയിരിക്കുകയാണ്. തൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ധനലക്ഷ്മി കരുതുമ്പോഴാണ് അങ്ങനെയൊന്നുമില്ല എന്ന് കൺമണി പറയുന്നത്. ധനലക്ഷ്മി ചേട്ടനെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജോലിയിൽ തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞത് ഞാനാണ് എന്നും ധനലക്ഷ്മിയെ താനാണ് തടഞ്ഞത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കൺമണി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം ചേട്ടൻ അറിഞ്ഞല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും തല്ലുകൂടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മനോജ് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്തായാലും അതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ധനലക്ഷ്മി നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചു അല്ലേടി എന്ന് കൺമണിയോട് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി നിങ്ങളെ രക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാമായിരുന്നു.
പക്ഷേ ഞാനത് ചെയ്തില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ധനലക്ഷ്മിക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അറിയുന്ന കൃഷ് കൺമണിയെയും ശ്രീനിവാസനെയും കാണുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ഇതേ തുടർന്ന് എന്ത് ആവശ്യമുണ്ട് എങ്കിലും സഹായം ചോദിക്കാൻ മറക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. കൺമണിയെ സഹായിക്കുന്നതിനായി ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവും കൃഷ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കമ്പനി MD ഹോസ്പിറ്റലിലേക്ക് വന്നത് ധനലക്ഷ്മിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കടന്ന് വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് മനോജിന്റെ മുന്നിലേക്ക് കൃഷ് വരുന്നത്. ഇതോടെ കൃഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് തയ്യാറാവുകയാണ് കൺമണി. ഇത് ഓഫീസിലെ മാനേജരാണ് എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി. ഞാൻ മാനേജർ മാത്രമല്ല, കൺമണിയുടെ ഫ്രണ്ട് കൂടിയാണ് എന്ന് പറയുന്ന കൃഷ് മനോജിനെ പരിചയപ്പെടുകയും ശ്രീനിവാസന്റെ അവസ്ഥ അറിഞ്ഞാണ് വന്നത് എന്ന് പറഞ്ഞ് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതോടെ മനോജിനെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി തനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് സംശയമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ധനലക്ഷ്മി പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇവളെ ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇവനാണ് കാറുമായി വന്നത് എന്നും വെറുമൊരു എംപ്ലോയിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി MD വരുമോ എന്ന് ധനലക്ഷ്മി ചോദിച്ചിരിക്കുകയാണ്. ഈ ചോദ്യം മനോജിനെ ഞെട്ടിക്കുന്നു. പക്ഷേ മനോജ് അവർ ഫ്രണ്ട്സാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും വെറുതെ സംശയിക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ധനലക്ഷ്മിക്ക് തൻ്റെ സംശയം അടുക്കാൻ സാധിക്കുന്നുമില്ല. ഇതേ സമയം മാനസയാകട്ടെ പുതിയ ഡിസൈൻ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും എത്രയും പെട്ടെന്ന് വിവാഹത്തിൻ്റെ കാര്യത്തിലും തീരുമാനമുണ്ടാക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആൻറ്റിയമ്മയോട് വിവാഹത്തിൻ്റെ കാര്യം ഇത്തിരി കൂടി മുന്നേ ആക്കാൻ മാനസ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആൻറ്റിയമ്മ ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാനസയ്ക്ക്. സാഗറിനെ ചെന്ന് കണ്ട് ആൻറ്റിയമ്മ ഈ കാര്യം വ്യക്തമാക്കുകയും എത്രയും പെട്ടെന്ന് മാനസയുടെയും കൃഷിൻ്റെയും വിവാഹം നടത്തുകയല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് കൃഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇതോടെ കൃഷ് മഹിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.